ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സിദ്ധാർത്ഥൻ പറയാണ്, ദേവിക ആ കാറിൻ്റെ നമ്പർ ട്രേസ് ചെയ്തു. പക്ഷേ പരിശോധിച്ചപ്പോൾ അത് ഒരു ഓട്ടോറിക്ഷയുടെ നമ്പറാണെന്ന് കണ്ടെത്തി. പക്ഷേ നിരാശപ്പെടരുതെന്ന് ദേവിക ഇതിലൂടെ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഉറപ്പാണ്. കുറഞ്ഞത് അത് വിശ്വസിക്കാൻ ശ്രമിക്കുക. പ്രഭാവതി നേരിട്ട് സംസാരിക്കില്ല, പക്ഷേ വൈകാരികമായും പൂർണ്ണമായും തകർന്നതായും വിവരിച്ചിരിക്കുന്നു. അടുത്ത രംഗത്തിൽ മാധവനും ദേവികയും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. മാധവൻ പറയാണ്, നന്ദനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വളരെ ടെൻഷൻ തോന്നുന്നു. നന്ദൻ വലിയ കുഴപ്പങ്ങളൊന്നും നേരിട്ടിട്ടില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ 2-3 ദിവസമായി നീയോ ശാരിയോ ആകട്ടെ, നീ എപ്പോൾ പുറത്തു പോയാലും വളരെ ടെൻഷൻ അനുഭവപ്പെടുന്നു. ഇത് കേട്ട ദേവിക പറയാണ്, അച്ഛാ, നന്ദനെക്കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ എടുക്കേണ്ട. എന്തായാലും തീർച്ചയായും ഒരു വഴി തുറക്കും. ശരി, ഇപ്പോൾ ശാരി എവിടെ പോയി? മാധവൻ പറയാണ്, കെവിൻ വിളിച്ചതുകൊണ്ടാണ് അവൾ പുറത്തേക്ക് പോയത്. ഇത് കേട്ട ദേവിക, അയ്യോ, അത് അപകടമാണ്. കെവിൻ, അവളെക്കുറിച്ച് ഒരു ചെറിയ സംശയം പോലും അയാൾക്ക് തോന്നിയാൽ അത് അവൾക്ക് പ്രശ്നമുണ്ടാകും. എന്തായാലും ശാരിക എന്നോടൊരു വാക്കുപോലും പറയാതെ പോയത് ശരിയായിരുന്നില്ല. ഇത് കേട്ട മാധവൻ പറയാണ്, ഞാനും അതുതന്നെയാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ എനിക്കൊരു വലിയ ഭയം തോന്നുന്നു. മകളെ, നിന്നെ ഓർക്കുമ്പോൾ എനിക്ക് മനസ്സമാധാനമില്ല. ഇത് കേട്ട് ദേവിക പറയാണ്, അച്ഛാ, ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ സമയമില്ല. ശാരി എവിടെ പോയി എന്ന് നമ്മൾ കണ്ടെത്തണം. അടുത്ത രംഗത്തിൽ കെവിനും ശാരിയും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. ശാരി പറയാണ്, കെവിനേട്ടൻ എന്നെ കാത്തിരുന്നു മടുത്തോ? ഇല്ലേ. കെവിനേട്ടന് എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ മുഖം എന്തിനാണ് ഇത്ര മങ്ങിയിരിക്കുന്നത്? ഇത് കേട്ട കെവിൻ പറയാണ്, അതോ, നീ എന്നെ ആത്മാർത്ഥമായും സ്നേഹിക്കുന്നുണ്ടോ? ശാരിക പറയാണ്, കെവിനേട്ടൻ എന്തിനാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? കെവിൻ, ഇല്ല ശാരി, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ. എന്തായാലും ശാരി പറയുന്നതിൻ്റെ അർത്ഥം നീ എന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്നാണോ? ശാരിക, അതെ. കെവിനേട്ടാ, ഇനി ഞാൻ നിങ്ങളെ എങ്ങനെ മനസ്സിലാക്കണം? ഇതേട്ട് ശാരിക പറയാണ്, എന്താണെന്ന് കെവിനേട്ടൻ? എന്താണ് ഇത്ര വലിയ കാര്യം സംസാരിക്കാൻ? എന്തിനാ ശാരി എൻ്റെ കൂടെ വരാൻ നിനക്ക് പേടിയാണോ എന്ന് കെവിൻ ചോദിക്കുന്നു. ഇതേട്ട് ശാരിക പറയാണ്, അയ്യോ, കെവിനേട്ടൻ വിളിച്ചാൽ ഞാൻ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ വേണമെങ്കിലും എത്തും. അതുകൊണ്ട് എനിക്കൊരു പേടിയുമില്ല. അവളുടെ മനസ്സിൽ അവൾ വിചാരിക്കുകയാണ്, കെവിന് ചില സംശയങ്ങൾ വരാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. അത് അപകടകരമാണ്. ശാരി പറയാണ്, എന്താ കെവിനേട്ടാ, എന്തിനാണ് എന്നെ അങ്ങനെ നോക്കുന്നത്? കെവിൻ, ഒന്നുമില്ല. നിന്റെ അച്ഛനും അമ്മയും വീട്ടിലുണ്ടാകില്ലേ? ഇത് കേട്ട കെവിൻ പറയാണ്, ഇല്ല, അവിടെ ആരുമില്ല. ശാരി, ഓ, പിന്നെ നമ്മൾ എന്തിനെക്കുറിച്ചാണ് അവിടെ സംസാരിക്കാൻ പോകുന്നത്? കെവിൻ, ഭാവി കാര്യങ്ങളെക്കുറിച്ചും നന്ദനെക്കുറിച്ച് എനിക്ക് ചില സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. എനിക്ക് ശാരിയോട് അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കേണ്ടതുണ്ട്. ഇത് കേട്ട് ശാരി പറയാണ്, അങ്ങനെയെങ്കിൽ നമുക്ക് പോകാം. കെവിൻ പറയാണ്, ശാരിക്ക് ജ്യൂസോ മറ്റോ വേണോ? അടുത്ത രംഗത്തിൽ കെവിൻ്റെ വീട്ടിലാണ് കാണിക്കുന്നത്. കെവിൻ പറയാണ്, ശാരി, നിനക്ക് ചായ വേണോ അതോ ജ്യൂസ് വേണോ? ശാരിക പറയാണ്, എനിക്കൊന്നും വേണ്ട കെവിനേട്ടാ. കെവിൻ പറയാണ്, അത് പറ്റില്ല, വാ, എന്തായാലും ഞാൻ ചായ ഉണ്ടാക്കാം. ഇത് കേട്ട ശാരിക പറയാണ്, വേണ്ട കെവിനേട്ടാ, സംസാരിക്കാൻ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, നമുക്ക് സംസാരിച്ചിട്ട് വേഗം പോകാം. ഇത് കേട്ട കെവിൻ പറയാണ്, എന്താ ശാരി, നിനക്ക് പേടി തോന്നുന്നുണ്ടോ? പേടിക്കേണ്ട കാര്യമില്ല ശാരി, ഇതൊരു വലിയ വീടാണ് അല്ലേ? ശാരി പറയാണ്, അതെ, ഇതൊരു വലിയ വീട് തന്നെയാണ്. ഈ വീട്ടിൽ കെവിനേട്ടൻ ഒറ്റയ്ക്കാണോ? കെവിന് പറയാണ്, അതെ, കൃത്യമായി. ഞാൻ ചായ എടുത്ത് എന്തായാലും ഇപ്പോൾ വരാം. ഇസബെല്ല ശാരിയുടെ പിന്നിലേക്ക് വരുന്നു. ഇസബെല്ല പറയാണ്, ഹായ് ശാരിക, നിങ്ങളുടെ മൂത്ത സഹോദരി അറിയാമോ? ശാരി, നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ശാലി അരൾ വിളിക്കുന്നു. കെവിനേട്ടാ, നീ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞില്ലേ, പിന്നെ അവൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇസബെല്ല പറയാണ്, ശാരിക, ഒന്ന് ശാന്തമാകൂ. എന്തായാലും മൂത്ത സഹോദരിയുടെ അനുജത്തി വളരെ മികച്ചതാണ്. സമ്പന്ന വീടുകളിൽ നിന്നുള്ള സമ്പന്നരായ ആളുകൾ വളച്ചൊടുക്കുകയും അവരെ വിവാഹം കഴിക്കുകയും ജീവിതത്തിൽ സ്ഥിരസമ്മതമാക്കുകയും ചെയ്യുന്നു. പക്ഷേ ദേവിക നിങ്ങളെക്കാൾ മികച്ചവളാണ്. കാരണം അവൾ വിവാഹകേട്ട് കെട്ടിയതിനു ശേഷം മാത്രമാണ് നന്ദനോടൊപ്പം എവിടെയും പോയത്. നീ അങ്ങനെയല്ല. വേലി ചാടുന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽ പെടുന്നവളാണ് നീ. ഒരു ആൺകുട്ടി വന്ന് വിളിക്കുന്ന നിമിഷം നീ അവനോടൊപ്പം എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോകും. ഇതേട്ട് ശാരിക പറയാണ്, നോക്കൂ കെവിൻ, എനിക്കിതൊന്നും ഇഷ്ടമല്ല. അവളോട് പോകാൻ പറയൂ, അല്ലെങ്കിൽ ഞാൻ പോകും. ഇസബെല്ല പറയാണ്, ഓ, അപ്പോൾ ഞാനിവിടെ വന്നത് നിനക്കൊരു പ്രശ്നമായി മാറിയോ? നീ നല്ല സ്വഭാവമുള്ളവളാണ് പെണ്ണെ. എന്തായാലും നീ ശരിക്കും
നിന്റെ സഹോദരിയുടെ സഹോദരിയാണ്. നിനക്ക് ഒരുപാട് അഹങ്കാരമുണ്ട്. ഇത് കേട്ട ശാരിക പറയാണ്, മാറി നിൽക്കൂ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഇത് കേട്ടുകൊണ്ട് നിന്ന കെവിൻ പറയാണ്, ഹേയ് ശാരി, പോകരുത്, ഈ കാപ്പി കുടിക്കൂ. ഇത് കേട്ട് ശാരി പറയാണ്, കെവിനേട്ടാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ കാപ്പി കുടിക്കാം, ഞാൻ പോകുന്നു, എനിക്ക് അവളുടെ മുഖം കാണാൻ താല്പര്യമില്ല. ശാരി അവിടെ നിന്നും പോകാൻ ശ്രമിക്കുന്നു. ഇസബെല്ല അവളുടെ കൈ മുറുകെ പിടിക്കുന്നു. ഇസബെല്ല പറയാണ്, ഹേയ് അവിടെ നിൽക്കൂ. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന കെവിൻ പറയാണ്, ഇസബെല്ല, അങ്ങനെ ശാരീരിക ബലപ്രയോഗം നടത്തേണ്ട ആവശ്യമില്ല. ഇത് കേട്ട ഇസബെല്ല, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് അങ്ങനെ പോകാൻ കഴിയില്ല, എനിക്ക് പറയാനുള്ളത് കേൾക്കണം. ഇത് കേട്ട് ശാരിക പറയാണ്, എന്നെ തടയാൻ ശ്രമിച്ചാൽ അതിൻ്റെ അനന്തരഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇസബെല്ല പറയാണ്, അങ്ങനെയെങ്കിൽ നമുക്ക് കാത്തിരുന്ന് അത് കൃത്യമായി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.